പിന്നെ വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ടെമ്പ ബൗമയുടെ കീഴിൽ സൗത്ത് ആഫ്രിക്ക ഒരു കിരീടം നേടുന്നു. യെസ്, ഓസ്ട്രേലിയയെ തോൽപ്പിച്ചുകൊണ്ട് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ ഇതാ സൗത്ത് ആഫ്രിക്കയെ കീഴടക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം പ്രഷർ തന്നൊരു മാച്ചാണ്. ഈ ഒരു മത്സരത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് ആഫ്രിക്കൻ ആരാധകരെക്കാൾ ഉപരി മറ്റ് ക്രിക്കറ്റ് ഫാൻസ് ശരിക്കും നല്ലൊരു സപ്പോർട്ട് ഈ ഒരു സൗത്ത് ആഫ്രിക്കൻ ടീമിന് കൊടുക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം ചോക്കേഴ്സ് എന്ന് എപ്പോഴും വിളിപ്പേരുള്ള ഒരു ടീമാണ് സൗത്ത് ആഫ്രിക്ക. കാരണം സെമി ഫൈനൽ അല്ലെങ്കിൽ ഫൈനലിൽ വന്നു കഴിയുമ്പോൾ ഇത് ടീമിന് വലിയൊരു 50% വിജയം ഉറപ്പിക്കാൻ സാധിക്കുമെന്ന് എപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഇനി മുതൽ അത് അങ്ങനെയല്ല. വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് നേടിയ ടീമാണ് സൗത്ത് ആഫ്രിക്ക എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇവിടെ എടുത്തു പറയേണ്ടതാണ് മാർക്രം എന്ന ആളുടെയും ടെമ്പ ബൗമ എന്ന ആളുടെയും ആ ഒരു ബാറ്റിംഗ് സൈഡിലെ ഇന്നിങ്സ്. അതോടൊപ്പം തന്നെ ഓർമ്മിക്കേണ്ടതാണ് അവിടെ കഗീസോ റബാഡയുടെ ആ ഒരു ബോളിംഗ് സൈഡിലെ ഇന്നിങ്സ്. ശരിക്കും പറഞ്ഞാൽ സൗത്ത് ആഫ്രിക്ക കിണഞ്ഞ് പരിശ്രമിച്ചിട്ടുണ്ട് ഈ ഒരു മത്സരം വിജയിക്കാൻ. അതിൻ്റെ ഒരു റിസൾട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. എന്തായാലും മനോഹരമായ ഒരു വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നെ ഓസ്ട്രേലിയയെ തോൽപ്പിച്ചുകൊണ്ട് ഈ ഒരു മത്സരത്തിന് മധുരം കൂടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശരിക്കും ആദ്യത്തെ ഇന്നിങ്സിൽ ഓസ്ട്രേലിയയുടെ ടോട്ടൽ ചേസ് ചെയ്യാൻ നിന്ന ഫസ്റ്റ് ഇന്നിങ്സിൽ സൗത്ത് ആഫ്രിക്കൻ ബാറ്റിംഗ് കുഴഞ്ഞു വീണെന്ന് കണ്ടപ്പോൾ വിചാരിച്ചത് ഓസ്ട്രേലിയ ഈ ഒരു മത്സരം കൊണ്ടുപോകുന്നതാണ്. സെക്കൻഡ് ഇന്നിങ്സിൽ മനോഹരമായിട്ട് തന്നെയാണ് ഓസ്ട്രേലിയ അവിടെ വീഴ്ത്തിയിട്ടുണ്ടായിരുന്ന സൗത്ത് ആഫ്രിക്ക. ആ ഒരു അവസാന സമയത്ത് സ്റ്റാർക്കിൻ്റെ ആ ഒരു ഇന്നിങ്സ് കണ്ടപ്പോൾ, സ്റ്റാർക്കിൻ്റെയും ഹേസൽവുഡിൻ്റെ ആ ഒരു ചെറുത്തുനിൽപ്പ് കണ്ടപ്പോൾ മനസ്സിലായതാണ് ബാറ്റിംഗ് സൈഡ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ട്. ആ പിച്ചിൽ ബാറ്റ് ചെയ്യാൻ കുറച്ചുകൂടി ബെറ്റർ ആണെന്ന്. അതുപോലെ തന്നെയാണ് അവിടെ മികച്ച രീതിയിൽ തന്നെയാണ് ആദ്യ ഇന്നിങ്സിൽ ഡെക്കായിരുന്ന മാർക്കം മികച്ചൊരു സ്റ്റാർട്ടിങ് കൊടുത്ത് അവിടെ സൗത്ത് ആഫ്രിക്കയെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ബൗമയുടെ ആ ഒരു ഇന്നിങ്സും എടുത്തു പറയണം. പേശിയലും മൂലം ഓടാൻ പോലും വയ്യാഞ്ഞിട്ടും ആ ഒരു സൈഡിൽ കിഡിലായിട്ട് സ്റ്റാൻഡ് ചെയ്ത് നിന്ന് വിക്കറ്റ് കൊടുക്കാതെ കളിച്ചു. അതോടൊപ്പം തന്നെ ഇന്നത്തെ ദിവസത്തിൽ വന്നിട്ടാണ് അവിടെ ഒരു വിക്കറ്റ് വീഴുന്നത്. അതിനുശേഷം ബെഡിംഗ്ഹാം വന്നപ്പോഴത്തേക്കും കുറച്ചുകൂടി റൺസിന് ഫ്ലോ വന്നു, അല്ലെങ്കിൽ മാർക്കം കുറച്ചുകൂടി റൺസ് കണ്ടെത്താൻ തുടങ്ങി. അതോടുകൂടി തന്നെ ഏകദേശം ഓസ്ട്രേലിയയുടെ കയ്യിൽ നിന്ന് പോയി. ഇന്നലെ തന്നെ ഓസ്ട്രേലിയയുടെ കയ്യിൽ നിന്ന് പോയതാണ്. പക്ഷേ ഇത് പറഞ്ഞ പോലെ ചോക്കേഴ്സ് ആണെന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. വഴിക്ക് കൊണ്ട് കല ഉടയ്ക്കുന്ന ആൾക്കാരാണെന്ന്, പടിക്കൊണ്ട് കല ഉടയ്ക്കുന്ന ആൾക്കാരാണെന്ന് നമ്മൾ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒട്ടും വിശ്വസിക്കാൻ പറ്റുമായിരുന്നു സൗത്ത് ആഫ്രിക്ക. എന്തായാലും മാർക്കറ്റിൻ്റെ ആ ഒരു ഇന്നിങ്സ് വലിയ വിലമതിക്കാനാവാത്ത ഇന്നിങ്സ് തന്നെയാണ് ബൗമയുടെയും. അതും എടുത്തു പറയേണ്ടത് തന്നെയാണ്. എന്തായാലും ആ ഒരു ഇന്നിങ്സ് മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ, അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ വിക്കറ്റ് എത്രത്തോളം നേരത്തെ വീഴ്ത്തുന്നോ അത്രത്തോളം ഓസ്ട്രേലിയക്ക് കളിയിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുമായിരുന്നു. അവസാന സമയത്ത് 6 റൺസ് വേണ്ടപ്പോൾ അടിച്ച് ഫിനിഷ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഹെഡിൻ്റെ കയ്യിൽ ക്യാച്ച് പോയിട്ട് അവിടെ മാർക്കം വീഴുന്നത്. എന്തായാലും അങ്ങനെ ഫൈനലി ഒരു കിരീടം സൗത്ത് ആഫ്രിക്ക വർഷങ്ങൾക്ക് ശേഷം അണിയുകയാണ്. അപ്പോൾ ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് അറിയപ്പെടുത്തിക്കും. ഗോകുല സൈനിങ് ഔട്ട്. ബൈ ബൈ ഗൈസ്.